ശ്രീ വി ശിവൻകുട്ടി എന്ന വ്യക്തിത്വം നിയമസഭയിൽ അനന്തപുരിയുടെ സജീവ സാന്നിധ്യമാണ്. നഗരത്തിന്റെ മുൻ മേയർ എന്ന നിലയിലും ശ്രീ വി ശിവൻകുട്ടി സൃഷ്ടിച്ച വികസന വഴി ആരോഗ്യ മേഖലയെയും സ്പർശിക്കുന്നതായിരുന്നു. ആരാധ്യനായ MLA നമ്മുടെ പ്രിയപ്പെട്ട മുൻ മേയറെ ഉദ്ഘാടനത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അസോസിയേഷന്റെ പ്രസിഡന്റ് ഡോക്ടർ KM യുവൈസ്, ഇവിടെ സ്വാഗതം ആശംസിച്ച ഡോക്ടർ R സുനിൽ രാജ്, ബഹുമാനപ്പെട്ട ഡയറക്ടർ ഡോക്ടർ P സണ്ണി ജെ ജേക്കബ്, ഡോക്ടർ VM ജാനകിക്കുട്ടി, ഡോക്ടർ CK പത്മാകരൻ, ഡോക്ടർ G പ്രസന്നചന്ദ്രൻ, ഡോക്ടർ V സുരേശൻ, ഡോക്ടർ S മണിലാൽ, ഡോക്ടർ തോമസ് A കുരുവിള, ഡോക്ടർ D സുനിൽകുമാർ, ഈ വേദിയിലും സദസ്സിലുമുള്ള മറ്റ് പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട ഡോക്ടർമാർ, അവരുടെ കുടുംബാംഗങ്ങൾ, മറ്റ് സുഹൃത്തുക്കൾ, ബഹുമാനപ്പെട്ട മന്ത്രി PK ശ്രീമതി ടീച്ചറായിരുന്നു ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. വളരെ ഒരു കാരണവശാലും ഒഴിവാക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് ടീച്ചർ ഇവിടെ ഇന്ന് എത്തിച്ചേരാത്തത്. ടീച്ചർ ഇന്നലെ എന്നോട് നിർബന്ധപൂർവം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്നുള്ള നിർദ്ദേശവും നൽകിയിരുന്നു. ആ ഒരു സന്ദേശം കൂടി ഞാൻ നൽകുകയാണ്. ഈ സമ്മേളനത്തിന്റെ തീരുമാനങ്ങളും മറ്റ് പ്രമേയങ്ങളും ഗവൺമെന്റിന് വേണ്ടി ടീച്ചറിന് സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ നിലയിൽ പരിഗണന കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാമെന്നുള്ള വസ്തുത കൂടി നിങ്ങളെ അറിയിക്കുവാൻ ടീച്ചർ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളരെ സന്തോഷത്തോടു കൂടി 24ാമത് സംസ്ഥാന സമ്മേളനം ഞാൻ വേദിയിലും സദസ്സിലുമുള്ള എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സാ വിഭാഗങ്ങളിൽ ഒന്നായി ഹോമിയോപ്പതി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ചികിത്സാ രീതിയോടും ഒരു പൊതു സമീപനമാണ് ഞങ്ങൾക്ക് ഉള്ളത്. എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങൾക്കും അതിൻ്റെതായ മഹത്വവും അതിൻ്റെതായ ഗുണവും അതിൻ്റെതായ മേന്മയും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഗവൺമെന്റാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ഏതെങ്കിലും ഒരു ചികിത്സാ രീതിക്ക് മാത്രം പ്രത്യേകതകൾ ഉണ്ടെന്ന് കണ്ടുകൊണ്ട് ആ ചികിത്സാ രീതിയെ മാത്രം സംരക്ഷിക്കുക, പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമല്ല ഈ ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഹോമിയോപ്പതിയുടെ തന്നെ കേരളത്തിന്റെ ഒരു ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ രാഷ്ട്രീയമായിട്ടല്ലാതെ തന്നെ നിങ്ങൾ പ്രൊഫഷണലായിട്ട് തന്നെ അക്കാഡമിക്കായിട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ
കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിലൊക്കെ തന്നെ ഹോമിയോ വകുപ്പിന് ഒരു താങ്ങും തണലുമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് കാണുന്നതിന് വേണ്ടി കഴിയും. ഇപ്പോൾ തന്നെ 200 ഡിസ്പെൻസറികൾ തന്നെ കേരളത്തിൽ തുടങ്ങിയിട്ടുള്ളത് നയനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്താണെന്നുള്ള വിവരം നിങ്ങൾ വിസ്മരിക്കരുത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഏതാണ്ട് 40ഓളം വരുന്ന പുതിയ ഡിസ്പെൻസറിയുടെ കാര്യം ഗവൺമെന്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർമാർ ഇപ്പോൾ കേരളത്തിലാകെ തന്നെ 5 ഹോമിയോ കോളേജുകളുണ്ട്. 3 പ്രൈവറ്റ് മേഖലയിൽ, 2 ഗവൺമെന്റ് മേഖലയിൽ. ആ ഗവൺമെന്റ് മേഖലയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കോളേജ് എൻ്റെ മണ്ഡലത്തിലാണ്, തിരുവനന്തപുരം ഈസ്റ്റ് മണ്ഡലത്തിലാണ്. ഒരുപക്ഷെ അവിടെയാണ് ഇപ്പോൾ ഭാവിയിൽ ഹോമിയോ കേന്ദ്രമായി മാറാൻ വേണ്ടി പോകുന്നത്. ഡയറക്ടറേറ്റ് അവിടേക്ക് വരാൻ വേണ്ടി പോകുന്നു, അല്ലേ? ഡയറക്ടറേറ്റ് അവിടത്തേക്ക് വരാൻ വേണ്ടി പിന്നെ പോകുന്നു. മറ്റ് പല കാര്യങ്ങളും അതിനെ ചുറ്റിപ്പറ്റി ചില ഓഫീസെല്ലാം അവിടെ ആലോചിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ എക്കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നിങ്ങളുടെ ചികിത്സാ സമ്പ്രദായത്തോട് കൂറും ബഹുമാനവും സംരക്ഷണയും പുലർത്തിയിരുന്ന കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. നമുക്കിപ്പോൾ മുഖ്യമായി നിൽക്കുന്ന 2-3 ചികിത്സാ സമ്പ്രദായങ്ങൾ, ഒന്ന് ഹോമിയോപ്പതി, മറ്റൊന്ന് ആയുർവേദം, മറ്റൊന്ന് അലോപ്പതിയാണ്. അലോപ്പതി ഒരു പ്രത്യേക രീതിയിലുള്ളതാണ്. അലോപ്പതി ചെയ്യുന്ന ധർമ്മം ഒരിക്കലും ചിലപ്പോൾ ഹോമിയോപ്പതിയും എമർജൻസി ആയിട്ട് വരുന്ന ധർമ്മങ്ങൾ, എമർജൻസി ആയിട്ട് വരുന്ന ആവശ്യങ്ങൾ ഒരുപക്ഷെ ഹോമിയോപ്പതിയോ ആയുർവേദമോ ചെയ്തെന്ന് വരില്ല. അപ്പം ഞാൻ അതാണ് പറഞ്ഞത്, എല്ലാത്തിനും ഓരോ ധർമ്മങ്ങളും ഓരോ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഞാൻ 2-3 സമ്മേളനങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഹോമിയോക്കാരോടും പറഞ്ഞിട്ടുണ്ട്, ആയുർവേദക്കാരോടും പറഞ്ഞിട്ടുണ്ട്. ഈ ആയുർവേദവും ഹോമിയോ എല്ലാം ആ പ്രൊഫഷണലായിട്ട് തന്നെ അവിടുത്തെ വിദ്യാർത്ഥി സമൂഹവും ഡോക്ടേഴ്സിന്റെ സമൂഹവും അവര് ഇതിന്റെ കൂടുതൽ പ്രചരണത്തിന് വേണ്ടിയും കൂടുതൽ ഇതുകൊണ്ടുള്ള നേട്ടങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാവേണ്ടതായിട്ടുണ്ട്. പക്ഷെ സമൂഹം വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ, പുതിയ തലമുറയാണല്ലോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പഴയ തലമുറ എല്ലാം മാറിക്കൊണ്ട് പുതിയ തലമുറ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വരുന്ന പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർ അത്യന്താധുനികമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ജീവിക്കുന്നവരാണ്. അങ്ങനെ ഏറ്റവും മോഡേൺ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിവരങ്ങൾ കിട്ടുന്നതിന് ഒരു പ്രത്യേകമായ രീതിയുണ്ട്. ആ രീതിയിലൊന്നും ഹോമിയോയും ആയുർവേദമൊന്നും വരുന്നില്ല, വളരെ കുറവാണ്. അപ്പം ആയുർവേദ കമ്മ്യൂണിറ്റി ആയിരുന്നാലും ഹോമിയോ കമ്മ്യൂണിറ്റി ആയിരുന്നാലും ഈ വിഭാഗത്തിന്റെ ചികിത്സാ രീതി കൊണ്ട് എന്തെല്ലാം പ്രയോജനമാണ്, എന്തെല്ലാം നേട്ടങ്ങളാണ്, എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടാവുന്നതിനെ സംബന്ധിച്ചിടത്തോളമുള്ള നല്ല പ്രചരണം കൊടുക്കുകയും ആ പ്രചരണത്തിന്റെ ഫലമായുള്ള നേട്ടങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ഒക്കെ തന്നെ ചെയ്യാനുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഹോമിയോ കമ്മ്യൂണിറ്റിക്കാണ്. അത് വിദ്യാർത്ഥി സമൂഹത്തിനുണ്ട്, അതുപോലെ തന്നെ ഡോക്ടേഴ്സിനുണ്ട്. ഇപ്പോൾ ഇവിടെ മുഖ്യമായിട്ട് ഗവൺമെന്റ് ഡോക്ടേഴ്സ് ആണെങ്കിൽ തന്നെയും പ്രൈവറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെ സംഘടനയുടെ നേതാക്കൾ തന്നെ ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാര്യമായ ഒരു ഉത്തരവാദിത്വമൊന്നും എടുക്കുന്നില്ല. ഇപ്പൊ തിരുവനന്തപുരത്തൊക്കെ കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ചിക്കൻ ഗുനിയ വന്ന അവസരത്തിൽ നമ്മുടെ ഹോമിയോ കോളേജും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അവർ ചെയ്തിരുന്നു. ഇപ്പൊ ഞാൻ പറയാം, മെഡിക്കൽ ക്യാമ്പുകൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മെഡിക്കൽ ക്യാമ്പുകൾ ഇപ്പോൾ മുമ്പ് കാലങ്ങളിൽ മെഡിക്കൽ ക്യാമ്പുകൾക്ക് വലിയ പങ്കാളിത്തം ഇല്ലായിരുന്നു. മെഡിക്കൽ ക്യാമ്പുകളിലൊക്കെ പോകുന്നവർ പാവപ്പെട്ടവരാണെന്നുള്ള മട്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മെഡിക്കൽ ക്യാമ്പുകൾ ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്തൊക്കെ എൻ്റെ അനുഭവത്തിൽ ആയുർവേദം മറ്റ് ഡോക്ടർമാരൊക്കെ RCC ആയുർവേദം അങ്ങനെ എല്ലാവരും നടത്തുന്നുണ്ട്. വലിയ ഡോക്ടർമാരും ഒക്കെ തന്നെ പേരുകെട്ട ഡോക്ടർമാരും ഒക്കെ വരുന്നുണ്ട്. വലിയ കക്ഷികളും നമ്മുടെ നാട്ടിലുള്ള വലിയ സാമ്പത്തിക ശേഷിയുള്ളവരൊക്കെ മെഡിക്കൽ ക്യാമ്പിൽ വരികയാണ്. അപ്പോൾ ആ മെഡിക്കൽ ക്യാമ്പുകളിലൂടെ ഒരുപാട് സന്ദേശം കൊടുക്കാൻ വേണ്ടി പറ്റുകയാണ്. അപ്പം അത്തരം സന്നദ്ധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഡോക്ടർമാരും കുറച്ച് മെനക്കെടേണ്ടതായിട്ടുണ്ട്. കാശ് കിട്ടിയാൽ മാത്രമേ പ്രവർത്തനം നടത്തുള്ളൂ എന്നുള്ള രീതിയും കൂടെ കുറച്ച് മാറ്റേണ്ടതായിട്ടുണ്ട്. ജോലി ചെയ്യണതിന് കാശ് കിട്ടണം, ആ കാര്യത്തിൽ തർക്കമൊന്നും ഇല്ല. ജോലി ചെയ്യുന്നതിന് കാശ് വേണം, അതിനുള്ള അംഗീകാരമൊക്കെ തന്നെ ആവശ്യമാണ്. പക്ഷേ കുറച്ച് ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങളുടെ നമ്മുടെ പ്രൊഫഷൻ നിലനിൽക്കണമെങ്കിൽ
ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൂടി ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഇവിടെ അധ്യക്ഷ പ്രാസംഗം സ്വാഗതപ്രാസംഗം കുറേ കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഇപ്പോൾ ജോലി ഭാരത്തെ സംബന്ധിച്ചിടത്തോളവും അലോപ്പതി വിഭാഗത്തിൽ കിട്ടുന്ന ഡ്യൂട്ടി ടൈമും നമുക്ക് കിട്ടുന്ന ഡ്യൂട്ടി ടൈമും തമ്മിലുള്ള വ്യത്യാസത്തെ സംബന്ധിച്ചിടത്തോളം കൂടെ സൂചിപ്പിച്ചു. ഞാൻ എൻ്റെ സാങ്കേതിക കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. തീർച്ചയായിട്ടും ഈ പറഞ്ഞല്ലോ, തുല്യമായിട്ടുള്ള സമീപനമാണ് ഈ ഗവൺമെൻറ് ഉള്ളത്. ആ ഒരു തത്വം വെച്ചുകൊണ്ട് നിങ്ങളുടെ സമ്മേളനത്തിൻ്റെ തീരുമാനം ബഹുമാനപ്പെട്ട മന്ത്രി അറിയിക്കുക. തീർച്ചയായിട്ടും മന്ത്രി പരിഗണിക്കപ്പെടും. MLA എന്നുള്ള നിലയിൽ ചെയ്യാൻ കഴിയുന്ന സഹായം ഇക്കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ തയ്യാറാണെന്ന് കൂടി സൂചിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരു നിര നേതാക്കൾ തന്നെ ഇവിടെ ഉണ്ട്. നിങ്ങളെ പ്രൊഫഷണലായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി അവരെല്ലാം കാര്യങ്ങൾ സൂചിപ്പിക്കും എന്ന് കാണുകയാണ്. പൊതുവിൽ നമ്മൾ രാജ്യത്താകെ കണ്ടുവരുന്ന ഒരു രീതിയുണ്ട്. അവിടെയാണ് ഹോമിയോപ്പതിക്ക് വലിയ പ്രസക്തി വരുന്നത്. കണ്ടുവരുന്ന രീതി എന്ന് പറയുന്നത്, ഇപ്പോൾ സ്വകാര്യ ആശുപത്രികളും ഗവൺമെൻറ് ആശുപത്രികളും ഒക്കെ തന്നെ വേണം. രണ്ടിനും നമുക്ക് തുല്യമായി പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സ്വകാര്യ ആശുപത്രി ഒട്ടും വേണ്ട, ഗവൺമെൻറ് ആശുപത്രി മാത്രം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇമ്പോസിബിളാണ്, നടപ്പുള്ളതല്ല. പ്രൈവറ്റ് മേഖലയും വേണം നമുക്ക്, സ്വകാര്യ മേഖലയും ഗവൺമെൻറ് മേഖലയും വേണം. കാരണം ഗവൺമെൻറ് മേഖലയിൽ ജോലി കിട്ടാതെ വരുമ്പോഴാണല്ലോ പ്രൈവറ്റ് മേഖലയിലേക്ക് പോകുന്നത്. അതല്ല, ചില ഹോസ്പിറ്റലാണെങ്കിൽ ഡോക്ടർമാരാണെങ്കിൽ ഗവൺമെൻറ് മേഖലയിൽ നിന്ന് രാജിവെച്ചിട്ട് തന്നെ പ്രൈവറ്റ് മേഖല, അത് മിക്കവാറും കാണുന്നത് അലോപ്പതി രംഗത്താണ്. അപ്പോൾ ഈ സേവന മേഖല തന്നെ മൊത്തത്തിൽ ഇത് സാമ്പത്തിക ശേഷിയുള്ളവർക്ക് വേണ്ടി മാത്രം മാറ്റുക എന്നുള്ള ഒരു തത്വം ലോകത്തെമ്പാടൊന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു രോഗി ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചെന്ന് പെട്ടാൽ വലിയ തുകയാണ് കൊടുക്കേണ്ടി വരുന്നത്. താങ്ങാൻ പറ്റാത്ത തുകയാണ് കൊടുക്കേണ്ടി വന്നത്. ഗ്യാസ് ട്രബിളായിട്ട് പോയാൽ പോലും 2 ദിവസം ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്സിൽ കയറ്റിയ ശേഷം 35,000 40,000 തിരുവനന്തപുരത്ത് വാങ്ങുന്ന ഹോസ്പിറ്റലിൽ എനിക്കറിയാം, പേരൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ആളുകളിൽ ചെലവ് കുറഞ്ഞതും അതുപോലെ തന്നെ ഗുണം കിട്ടുന്നതുമായിട്ടുള്ള ചികിത്സാ സമ്പ്രദായത്തെ ആൾക്കാർ ഇഷ്ടപ്പെടുകയാണ്. അതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോമിയോപ്പതി ഇടപെടേണ്ട രംഗം. അതാണ് ഹോമിയോപ്പതി അങ്ങനെ രംഗം ഇടപെടണമെങ്കിൽ അത് ജനങ്ങൾക്കത് ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള പ്രവർത്തനം സംഘടിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട നിങ്ങളുടെ സംഘടനയാണ്. അതാണ് മുഖ്യമായിട്ട് നിങ്ങളുടെ ഈ സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്യപ്പെടേണ്ടത്. അപ്പം ജനങ്ങൾക്ക് ബോധ്യപ്പെടാതെ ജനങ്ങൾ സ്വന്തം ശരീരം കൊണ്ട് അപകടത്തിൽ കൊടുക്കില്ലല്ലോ. ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. ഈ ഒരു ഡോക്ടറെ കൊണ്ട് ശരീരം പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ 2 ഡോക്ടറോട്ട് ചർച്ച ചെയ്തിട്ടല്ല നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് സർജറി പോലുള്ള കാര്യങ്ങളാണെങ്കിൽ 2 ഡോക്ടറെ കണ്ട ശേഷം മാത്രമേ നമുക്ക് ഇത് ചെയ്യാമോ വേണ്ടോ എന്ന് സംബന്ധിച്ച് നിശ്ചയിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ആൾക്കാർ അത്ര വലിയ കോൺഷ്യസ് ആണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ സാമ്പത്തികപരമായും പാവപ്പെട്ടവനും സാധാരണക്കാരനും ഒക്കെ തന്നെ വലിയ കാശ് കൊടുക്കാതെ തൻ്റെ രോഗം ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമെന്ന് ഉള്ള ഒരു ചികിത്സാ സമ്പ്രദായമുണ്ടെങ്കിൽ നാട്ടുകാർ അങ്ങോട്ടേക്ക് പോകും, സംശയമില്ല. അപ്പം ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഇടപെടുന്നതിന് വേണ്ടി കഴിയും. ഹോമിയോപ്പതിക്ക് ധാരാളം ഇടപെടുന്നതിന് വേണ്ടി കഴിയും. അതിന് നിങ്ങൾക്ക് ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമൊക്കെ കഴിയട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എനിക്ക് ഞാനൊരു അവസരം നൽകിയതിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞതിലുള്ള നന്ദിയും, മറ്റ് ജില്ലയിൽ നിന്ന് പലരും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല എങ്കിൽ പോലും എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും തിരുവനന്തപുരം സിറ്റിക്ക് വേണ്ടി, തലസ്ഥാന നഗരിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. നന്ദി, നമസ്കാരം.